മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ 11th പാർട്ടാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് 3 തരത്തിലുള്ള ഗ്രാഫുകൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അത് 1 ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, 2 വെലോസിറ്റി ടൈം ഗ്രാഫ്, 3 ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ടൈം, എക്സ് ആക്സിസ് ഇതാണ്, അതിൽ ടൈം, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലെറ്റർ എസ്. ഇങ്ങനെ ഗ്രാഫ് ഇതിൽ എക്സും വൈയും ആക്സിസ്, ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ആക്സിസിൽ ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. Here this is the graph A. This angle is theta. Then what is the slope? ഇവിടെ നമ്മൾ ഓരോ ട്രയാങ്കിൾ വരച്ച് നോക്കും. ഇങ്ങനെ നമ്മൾ പോകും. This is also theta. This angle is theta. This angle is theta. Theta ഇവിടെ വേരി ചെയ്യുന്നില്ല. Theta is constant. Right. ഇനി ഞാൻ B എന്ന് പറയുന്ന അനദർ ഗ്രാഫ് വരയ്ക്കുകയാണ്. B. ഇവിടെയും ഒരു തീറ്റ വാല്യൂ കാണും. ഇത് തീറ്റ, ഇത് തീറ്റ 1. ഇവിടെയും എനിക്കിങ്ങനെ ട്രയാങ്കിൾ വരച്ച് സ്ലോപ്പ് കണ്ടെത്താൻ പറ്റും, ആണല്ലോ. ഇവിടെയും തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് തീറ്റ 1 ആയിരിക്കും എല്ലായിടത്തും. ഇങ്ങനെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ നമുക്കറിയാം, നമ്മൾ ഡിഫറൻസിയേഷൻ ഫോർ ഫിസിക്സ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മോഷനിലെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ ഫോർ ഫിസിക്സ്, അത്യാവശ്യം നമ്മുടെ ഫിസിക്സിലേക്ക് വേണ്ട ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മാത്സിലെ മാത്തമാറ്റിക്കൽ ടൂളാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സമയത്ത് സ്ലോപ്പ് എന്താണ്, ഈ സ്ലോപ്പ് നമുക്ക് കിട്ടുന്നതാണ് dy/dx എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. അതേ കാര്യം തന്നെ ഞാൻ ഇവിടെ ഒന്നോടെ പറയുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ഈ ട്രയാങ്കിൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ ഈക്വൽ ടു, ഇത് നമ്മൾ ഇങ്ങോട്ട് വരികയാണ്, ഇതാണ് y2, ദിസ് ഈസ് y1, ഇതെന്ന് പറയുന്നത് ഇത് t1, ദിസ് ഈസ് T2. ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തപ്പം ഇങ്ങനെ എടുത്തു. y1ഉം y2ഉം ഇത് t1ഉം t2. ഈ y1 y2 എന്ന് പറയുന്നത് s2ഉം s1ഉം ആണ്. ഇതെന്ന് പറയുന്നത് x1ഉം s2ഉം ആണ്, ആണല്ലോ. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ആണ്. ഈ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? s2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് t2 മൈനസ് t1 ആണ്. t2 മൈനസ് t1, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരച്ച് നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിലെ സ്ലോപ്പാണ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ടാൻ തീറ്റ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ തിയറി എന്ന് പറയുന്ന പോർഷൻ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല, ഒരു 1 പോയിന്റേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നതിൻ്റെ ആൻസർ കിട്ടുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് കിട്ടുന്നത് എന്താണ്? ടാൻ തീറ്റയാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. അത് കണ്ടുപിടിക്കുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് അതിനെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെ ഇരിക്കും ആ ഗ്രാഫ്, എങ്ങനെ നമ്മൾ സ്ലോപ്പ് കണ്ടെത്തും, എങ്ങനെ ആ ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടെത്താമെന്ന് നോക്കാം.
സപ്പോസ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദ ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇത് ഒറിജിൻ O, ദിസ് ഈസ് T, എക്സ് ആക്സിസിൽ T, വൈ ആക്സിസിൽ S. ഈ പൊസിഷൻ A, ദിസ് പൊസിഷൻ B, ദിസ് പൊസിഷൻ C. ഇത് താഴേക്ക് വരുന്ന മുട്ടുന്ന എന്ന ഈ പോയിന്റ് 10 വെച്ചെടുക്കാം. ദിസ് 10, this is 15, this is 20. ഞാൻ ഈക്വൽ ആയിട്ട് അങ്ങ് എടുത്തതേ ഉള്ളൂ. കാണുമ്പോൾ ഈക്വൽ അല്ലല്ലോ എന്ന് തോന്നും. ദെൻ എ, ഈ വാല്യൂ 10, ഇത് 0, ഇത് 10. അടുത്തത് ബിയും 10 തന്നെ. സി വാല്യൂ, ദിസ് വാല്യൂ ഈസ് 15. ഇത് 10, 15, 20. ഇത് 10, ഇതും 10, 15, 20. ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് വെലോസിറ്റി ഇൻ റീജിയൻ OA, AB and BC. Find velocity in region OA, AB and BC. ആദ്യം നമുക്ക് OA എന്ന് പറയുന്ന റീജിയൻ എടുക്കാം. OA, ഈ റീജിയൻ, OA എന്ന് പറയുന്ന ആ റീജിയൻ. OA എന്ന് പറയുന്ന റീജിയൻ ഒരു റീജിയൻ, കർവല്ല. ഈ OA എന്ന് പറയുന്ന റീജിയൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പാണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തുന്നതാണ് വെലോസിറ്റി. ആ വെലോസിറ്റി എങ്ങനെ കണ്ടെത്താം? y2 minus y1 divided by x2 minus x1, that is equal to s2 minus x1 divided by t2 minus t1. എങ്ങനെ എഴുതാം? y2 എന്ന് പറയുന്നത് ഇത് y1, ഇത് y2, OA എന്നാണ്. ഇത് y1, ഇത് y2. അങ്ങനെയാകുമ്പോൾ എങ്ങനെ വരും ആൻസർ? y2 that is 10 minus 0 divided by t2 minus t1. This is t2, ഇത് t1. That is 10 minus 0. That is equal to 1 meter per second. This is the velocity in the region OA. അടുത്തത് AB എന്ന് പറയുന്ന റീജിയൻ. അവിടെ എത്രമാത്രം വെലോസിറ്റി ഉണ്ടെന്ന് കണ്ടെത്തണം. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഇല്ലാത്തോടത്തോളം കാലം വെലോസിറ്റി, സ്ലോപ്പിന്റെ വാല്യൂ എന്താണ്? സ്ലോപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. സ്ലോപ്പ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് 0. ഇനി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? y2 minus y1 divided by x2 minus x1, that is equal to s2 minus s1 divided by t2 minus t1. s2 എന്ന് പറയുന്നത് ഏതാണ്? 10. s1 എന്ന് പറയുന്നതും 10 ആണ്. Therefore 10 minus 10 divided by t2 minus t1, 15 minus 10. 15 minus 10, that is equal to 0. Therefore velocity in the region AB is 0. ഇനി അടുത്ത റീജിയൻ ഏതാണ്? BC എന്ന് പറയുന്ന റീജിയൻ. അവിടെ വെലോസിറ്റി എങ്ങനെ കണ്ടെത്താം? വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പാണ്. അതെന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1, ദാറ്റ് ഈസ് ഈക്വൽ ടു s2 മൈനസ് s1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. എങ്ങനെ കിട്ടും? s2 ഡിസ്പ്ലേസ്മെന്റ് 2, ഇതാണ് y2, ഇത് y1. ഇതിപ്പം y2 ആയി, ഇത് y1 ആയി. BCയുടെ കേസിലാണ് പറയുന്നത്. ദെൻ s2 15 minus 10 divided by t2 minus t1, 20 minus 15. 20 minus 15, that is equal to 5 by 5 equal to 1 meter per second. This is the velocity in the region BC. ഇനി ഇതേപോലെ തന്നെ ഒരു ഗ്രാഫും കൂടെ കാണിക്കാം. അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ വെലോസിറ്റി കണ്ടെത്താൻ നോക്കാം.
ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതെന്ന് പറയുന്നത് ടൈം, ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഇങ്ങനെ. ഇത് 0 ഒറിജിൻ, ഇത് 5, ഇത് 15, ഇത് 25. ഇതെന്ന് പറയുന്നത് 10. ഇത് റീജിയൻസ് എ, ബി, സി. ഇനി ചോദ്യം ഇതാണ്, ഫൈൻഡ് വെലോസിറ്റി in the regions OA, AB and BC. ഇതിന് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ ആദ്യം നമുക്ക് OA കണ്ടെത്താം. OAയിൽ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്താം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു S2 minus S1, that is 10 minus 0 divided by T2 minus T1, 5 minus 0, that is equal to 2 meter per second. That is the velocity. In case in the region OB, OBയിൽ വെലോസിറ്റി എങ്ങനെ കിട്ടും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ലോപ്പ് ഇല്ല, ഇവിടെ സ്ലോപ്പ് ഉണ്ട് തീറ്റ, ഇവിടെ സ്ലോപ്പ് ഇല്ല, സ്ലോപ്പ് ഈസ് 0, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പ് ഈക്വൽ ടു 0. Therefore in the region AB velocity is 0. Velocity is 0. ഇനി നെക്സ്റ്റ് റീജിയൻ BC. BCയിൽ നമ്മൾ എങ്ങനെ എടുക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു y2 minus y1 divided by S2 minus x1, that is equal to S2 minus x1 divided by T2 minus T1. എവിടെ നിന്ന് എവിടെ? ഇതാണ് BC ആണ്. അപ്പം ഇത് y1 ഉം ഇത് y2, ഇത് y1, ഇവിടെ വന്ന് ഇങ്ങോട്ടാണ് BC. അപ്പം y2 minus y1, that is 0 minus 10 divided by T2 minus T2 minus T1, that is 25 minus 50. 25 minus 15, that is equal to minus 10 by 10, that is equal to minus 1 meter per second. അതായത് മുമ്പേ ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ വരച്ച ഗ്രാഫിൽ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ 0 ആയിരുന്നു. നേരെ മറിച്ച് BC എന്ന് പറയുന്ന ആ പോർഷൻ ഇങ്ങനെ സ്ലോപ്പായിട്ട് ചെരിച്ച് വരച്ചു കഴിഞ്ഞപ്പം നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി? മൈനസ് വെലോസിറ്റി കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടല്ലോ, തീറ്റ. ഇതാണ് നമ്മൾ സ്ലോപ്പ് കണ്ടെത്തുന്ന സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്ന തീറ്റ ഇതാണ്. ഈ BC റീജിയൻ എടുക്കുമ്പം തീറ്റ നമുക്ക് ഏതെടുക്കണം? ഇവിടെ എടുക്കണോ, ഇവിടെ എടുക്കണോ? തീറ്റ എടുക്കേണ്ടത് എപ്പോഴും ഈ റീജിയനാണ്, ദാറ്റ് ഈസ് തീറ്റ. ഈ റീജിയൻ മീൻസ് ഓൾവേസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് ആംഗിൾ ഈസ് always in positive direction. Angle is always in positive direction. ആംഗിൾ എപ്പോഴും എടുക്കേണ്ടത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പം തീറ്റ എന്ന് പറയുന്നത് ഇവിടെയാണ്, അല്ലാതെ ഈ സൈഡിലല്ല തീറ്റ എടുക്കേണ്ടത്. അപ്പം ഇതെന്ന് പറയുന്നത് സ്ലോപ്പ് എടുക്കാൻ വേണ്ടി ഈ തീറ്റയാണ് കൺസിഡർ. ദിസ് ഈസ് θ2, ഇത് θ1. ഇവിടെ θ1 ആണോ θ2 ആണോ ഹൈ? θ2 ആണ് ഹൈ. θ2 എന്ന് പറയുന്നത് ഇപ്പം 90 ഡിഗ്രി ആയിരുന്നു എങ്കിൽ θ2 ഇങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പം 90യേക്കാളും കൂടുതലാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലെത്തുകയാണ്. മുമ്പിലത്തെ ഒരു ഫിഗർ നമ്മൾ പഠിച്ചു വെച്ചു, ആ ഫിഗറിൽ നിന്നും ഇതിൽ നിന്നും ഒരു കൺക്ലൂഷനെ നമ്മൾ എത്തുകയാണ്. ഇഫ് θ less than 90 degree, θ less than 90 degree, this case, അങ്ങനെയാണെങ്കിൽ velocity is positive.
ഫസ്റ്റ് പോയിന്റ്, ഇൻ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, തീറ്റയുടെ വാല്യൂ 90-നേക്കാളും കൂടുതലാണെങ്കിൽ വെലോസിറ്റി ഈസ് നെഗറ്റീവ്. അതായത് അതാണല്ലോ നമുക്ക് കിട്ടിയത്, വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. നമ്മളിപ്പം ഏത് ഗ്രാഫ് കിട്ടിയാലും അതിൽ സ്ലോപ്പ് വരച്ച് നോക്കുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഗ്രാഫ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് ചിലപ്പം ഇങ്ങനെയുള്ള ഗ്രാഫായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ഗ്രാഫായിരിക്കും, എങ്ങനെയുള്ളത് ആയിക്കോട്ടെ. നമ്മൾ സ്ലോപ്പ് വരച്ച് നോക്കുമ്പം സ്ലോപ്പ് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കൂടുതലാണെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഓപ്ഷൻ നോക്കി വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു പോയിന്റും കൂടെ പറയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഉള്ള ഗ്രാഫ് വരച്ചു, ഇങ്ങനെയുള്ള ഗ്രാഫ് വരച്ചു, ഇങ്ങനെയുള്ള ഗ്രാഫ് വരച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പം എപ്പോഴും തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം വെലോസിറ്റി പോസിറ്റീവാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ ഗ്രാഫ് വന്നിട്ട് സ്ലോപ്പ് കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിൻ്റെ എത്തേണ്ട ആംഗിൾ എടുക്കേണ്ടത് ഈ ഡയറക്ഷനാണ്. ആംഗിൾ ഈസ് ഓൾവേസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. വലത് സൈഡിലാണ് എപ്പോഴും ആംഗിൾ കൺസിഡർ ചെയ്ത് പോകേണ്ടത്. അതിപ്പം ഇതാണെങ്കിലും നോക്കാം, ഇവിടെയല്ല നമ്മൾ ഇടത്തോട്ടല്ല എടുക്കുന്നത്, വലത്തോട്ടാണ്. അപ്പം വലത് സൈഡിലാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും വലത് സൈഡിലാണ്. അതുപോലെ ആംഗിൾ വലത് സൈഡിൽ വേണം കൺസിഡർ ചെയ്യാൻ. ആംഗിൾ ഈസ് ഓൾവേസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് ഈ തീറ്റ ഇങ്ങനെ വരയ്ക്കുമ്പം തീറ്റ വാല്യൂ ഇതുവരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം തീറ്റയുടെ വാല്യൂ എന്താണ്? തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. തീറ്റ ലെസ് ദാൻ സ്ലോപ്പിൻ്റെ അകത്ത് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് ഒരു ഗ്രാഫ് തന്നെ കാണിക്കാം. ഇങ്ങനത്തെ ഒരു ഗ്രാഫ്, ഇത് എസ്, ഇത് ടി. ഇങ്ങനെ ഒരു ഗ്രാഫ്. സപ്പോസ് ദിസ് ഈസ് 0, 0, 5, 10. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഇതാണ്. ഓപ്ഷൻ എ വെലോസിറ്റി, ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും എഴുതാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇതിൽ എയിൽ ഇങ്ങനെ, ബിയിൽ ഇങ്ങനെ, സിയിൽ ഇങ്ങനെ, ഡിയിൽ ഇങ്ങനെ. റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വെലോസിറ്റി, ഇതിലേത് ഗ്രാഫാണെന്നുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റിയും ടൈമും വെച്ച് വരയ്ക്കുന്ന ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിരുന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്താം അതിനെ? ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച 2 ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇങ്ങനെ വരച്ചാൽ അതെന്ന് പറയുന്നത് എന്താണ്? തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് വെലോസിറ്റി എന്താണ്? വെലോസിറ്റി നെഗറ്റീവ് ആണല്ലോ. ഒരു വെലോസിറ്റി നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറഞ്ഞു. ഇനി വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഇനി വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഈ നെഗറ്റീവ് വാല്യൂ കൂടുവാണോ കുറയുവാണോ? അതാണ് നമുക്ക് കണ്ടെത്തുക. ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ, ഒന്ന് പോസിറ്റീവില് കൂടുതലായിട്ട് നിൽക്കുന്ന വാല്യൂ, ഇത് നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു വരുന്ന, നെഗറ്റീവായിട്ട് കൂടുന്ന വാല്യൂ, ഇത് നെഗറ്റീവ് വാല്യൂ. അപ്പം നമുക്ക് വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷനും അല്ല എന്ന് മനസ്സിലായി.
ഇനിയുള്ളത് സിയും ഡിയും എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നെക്സ്റ്റ് പാർട്ട്, ഇവിടെയാണ് നമ്മൾ തീറ്റ എടുക്കുന്നത്. ദെൻ ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരച്ച് തീറ്റ എടുക്കുന്നു ആണല്ലോ. ഇങ്ങനെ ഇവിടെ ഇതല്ല, ഇത് തീറ്റ എടുക്കുന്നത്. ഇങ്ങനെ തീറ്റ എടുത്തു പോകുമ്പം എനിക്ക് കിട്ടുന്നതെല്ലാം കോൺസ്റ്റന്റ് ആണല്ലോ. ഇങ്ങനെ സ്ലോപ്പ് വരച്ചാൽ കോൺസ്റ്റന്റ് ആണ് തീറ്റ കിട്ടുന്നത്. തീറ്റ കോൺസ്റ്റന്റ് ആണ്. തീറ്റ കോൺസ്റ്റന്റ് മീൻസ് ദാറ്റ് ഈസ് tan theta is constant. That means tan theta constant. അതിന്റെ അർത്ഥം എന്താണ്? സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്. സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണല്ലോ. അതായത് വെലോസിറ്റി നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റും ആണ്. അതിനർത്ഥം ഏതാണ്? വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ്ലി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗ്രാഫ്. വെലോസിറ്റി നെഗറ്റീവുമാണ്, അതേപോലെ തന്നെ കോൺസ്റ്റന്റുമാണ്. അങ്ങനെയാകുമ്പോൾ ആൻസർ ഏതാണ്? ഇതാണ്. ഇനി സപ്പോസ് ഈ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് 2. എത്രയാണ് വെലോസിറ്റിയുടെ വാല്യൂ എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. -2, ഇതും -2. എങ്ങനെ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ കണ്ടെത്താം? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു s2 മൈനസ് s1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. s2 എന്ന് പറയുന്നത് ഏതാണ്? 10 മൈനസ് 0 s2 മൈനസ് x1. ഗ്രാഫ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗ്രാഫ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ദിസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. അതായത് നെഗറ്റീവ് ഡയറക്ഷനിലുള്ളതാണ് തീറ്റ നെറ്റ്. അപ്പം y1 ഇതാണ്, y2 ഇതാണ്. ദെയർഫോർ y2 എന്ന് പറയുന്നത് 0 മൈനസ് 10 ഡിവൈഡഡ് ബൈ t2 ഈസ്, ഇത് t2, ഇത് t1. ദാറ്റ് ഈസ് t2 5 minus 0 that is equal to minus 10 by 5 that is equal to minus 2 meter per second. അപ്പം വെലോസിറ്റിയുടെ വാല്യൂ -2 ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടാൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അപ്പം ആൻസർ നമ്മൾ വെലോസിറ്റിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി s2 മൈനസ് s1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ 0 പോയിന്റ് എവിടെയാണ് തുടങ്ങുന്നത്? അവിടെ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇവിടെ നിന്നാണ് ഗ്രാഫ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്, അല്ലാതെ ഇവിടെ നിന്ന് മുകളിലേക്കല്ല ആണല്ലോ. അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് പോയിന്റ് y1. സെക്കൻഡ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ദെയർഫോർ y1 എന്ന് പറയുന്ന വാല്യൂ 10ഉം y2 എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത 2 തരത്തിലുള്ള ഗ്രാഫ്. ഒരു ഗ്രാഫ് ഇങ്ങനെയാണ്. നമ്മളിപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ഗ്രാഫ്, ഇങ്ങനെയുള്ള ഗ്രാഫ്, ഇങ്ങനത്തെ ഗ്രാഫുകളൊക്കെയാണ് പഠിച്ചത്. ഇനി അനദർ ടൈപ്പ് ഓഫ് ഗ്രാഫ്. ഇത് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ടൈം. ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഗ്രാഫുണ്ട്. ഇങ്ങനെ കേർവ്ഡ്, ശരിയായില്ല, ഒന്നുകൂടെ വരയ്ക്കാം. ഈ തരത്തിലുള്ള ഗ്രാഫുണ്ട്. ഇങ്ങനത്തെ ഗ്രാഫിൽ നമ്മൾ ആദ്യം സ്ലോപ്പ് വരയ്ക്കുകയാണ്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് വരയ്ക്കാം. ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചു. ദെൻ അടുത്ത ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് വരയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ ഒരു സ്ലോപ്പ് വരച്ചാൽ എനിക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. അല്ല, ഇതെന്ന് പറയുന്നതാണ് θ1, ഇത് θ2, ഇത് θ3. ഞാൻ ഇങ്ങനത്തെ ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഗ്രാഫിൽ ഞാൻ ഇങ്ങനെ സ്ലോപ്പ് വരച്ചു. ദെൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കും തോറും എനിക്ക് തീറ്റ വാല്യൂസ് ടൈമിനനുസരിച്ച്, ടൈം കൂടുന്നതിനനുസരിച്ച് തീറ്റ വാല്യൂസ് ഇൻക്രീസ് ചെയ്യും. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് തീറ്റയും ഇൻക്രീസ് ചെയ്യും. തീറ്റ ഇൻക്രീസ് ചെയ്യും മീൻസ് എന്താണ്? ടാൻ തീറ്റ ഇൻക്രീസ്. ദാറ്റ് ഈസ് ടാൻ തീറ്റ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ടാൻ തീറ്റ ഇൻക്രീസ് മീൻസ് സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്, റൈറ്റ്?
സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുക എൻ്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. റൈറ്റ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അതായത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് തന്നിട്ട്, ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ അടുത്ത ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് നേരെ തിരിച്ചു വരയ്ക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കണം. അത് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ സ്ലോപ്പ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ശരിയാവുന്നില്ല, ഇങ്ങനെ സ്ലോപ്പ് വരയ്ക്കണം. ദെൻ അടുത്ത പോയിന്റിൽ നിന്ന് സ്ലോപ്പ് വരയ്ക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കണം. ദെൻ അടുത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടെ അടുത്ത് വരണം. ഇങ്ങനെ സ്ലോപ്പ് വരയ്ക്കുമ്പം ഈ സൈഡിലേക്ക് നീങ്ങിപ്പോകും തോറും തീറ്റയുടെ വാല്യൂ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഇവിടെ ടൈം കുറയുന്നതിനനുസരിച്ച് തീറ്റ വാല്യൂ ഡിക്രീസ് ചെയ്യും. തീറ്റ വാല്യൂ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ടാൻ തീറ്റ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യും. സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റിയും ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുക, ദാറ്റ് മീൻസ് എ ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡീസലറേഷൻ ആണ് നടക്കുന്നത്. ദെയർഫോർ ദിസ് കൈൻഡ് ഓഫ് ഗ്രാഫ്, അതായത് ഇത്തരത്തിലുള്ള ഗ്രാഫ്, ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് ഇങ്ങനെയുള്ള ഗ്രാഫ് തന്നാൽ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഇതേ രീതിയിൽ വന്നാൽ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ അനദർ പോയിന്റ് ആണ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഇങ്ങനെ കർവ്ഡ് ഷേപ്പായിട്ടുള്ള വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഗ്രാഫിനെ നമ്മൾ സ്ലോപ്പ് വരയ്ക്കുന്നു. സ്ലോപ്പ് വരയ്ക്കും തോറും തീറ്റ വാല്യൂസ് കൂടി വരും. തീറ്റ വാല്യൂ കൂടിക്കൊണ്ട് ടൈം കൂടുന്നതിനനുസരിച്ച് തീറ്റ വാല്യൂ കൂടും. തീറ്റ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടാൻ തീറ്റ വാല്യൂ കൂടും. ഇപ്പോൾ സ്ലോപ്പ് കൂടും. സ്ലോപ്പ് കൂടുന്തോറും വെലോസിറ്റി കൂടും. ദെയർഫോർ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അതേപോലെ തന്നെ ആ ഗ്രാഫ് തിരിച്ചു വരയ്ക്കുക. തിരിച്ചു വരയ്ക്കുമ്പം അവിടെ എന്ത് സംഭവിക്കും? തീറ്റ വാല്യൂ, ഇവിടെ സ്ലോപ്പ് വരയ്ക്കേണ്ടത് എന്തിലേക്കാണ്? ഈ ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെ വരയ്ക്കും തോറും തീറ്റയുടെ വാല്യൂ കുറഞ്ഞു വരും. തീറ്റയുടെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ ടാൻ തീറ്റ കുറയും, സ്ലോപ്പ് കുറയും, സ്വാഭാവികമായിട്ടും വെലോസിറ്റി കുറയും. ദെയർഫോർ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. അപ്പം ആക്സിലറേഷനും നെഗറ്റീവ് ആകും. ഇനി ഇതിപ്പം മൂന്നാമത്തെ പോയിന്റാണ്. ആദ്യം നമ്മൾ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ പിന്നെ തീറ്റ വാല്യൂ, ആദ്യം സെക്കൻഡ് പോയിന്റ് ഇതാണ്. ആദ്യം സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് തീറ്റ വാല്യൂ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവും, തീറ്റ വാല്യൂ 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവുമാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റാണ്, ഈ തീറ്റ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കർവ്ഡ് ഷേപ്പിലുള്ള ഗ്രാഫ് തന്നിരുന്നാൽ മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ പോസിറ്റീവും, താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവുമാണ്. ഇനി അടുത്ത പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. ഇത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്, ST. ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. കോൺകേവ് അപ്വേർഡ് എന്ന് പറയും ഇതിന്. കോൺകേവ് അപ്വേർഡ്. അങ്ങനെയുള്ള കേസിൽ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് ഇത് തിരിച്ച് എഴുതിയാൽ, ഇത് S, ഇത് T, തിരിച്ച് വരച്ചാൽ, ഇങ്ങനെ വരച്ചാൽ ഇതെന്ന് പറയുന്നത് കോൺകേവ് ഡൗൺവേർഡാണ്. കോൺകേവ് ഡൗൺവേർഡാണ്. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇനി അടുത്ത ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇങ്ങനെ ഗ്രാഫ് വന്നാൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൻ്റെ തന്നെ പാർട്ടാണ്. ഇവിടെ വെലോസിറ്റിയും ആക്സിലറേഷനും, ഇവിടെ നമ്മളിങ്ങനെ സ്ലോപ്പ് വരച്ചു നോക്കും. ഒരു ഗ്രാഫ് തന്നാൽ സ്ലോപ്പ് വരച്ചു നോക്കും. അതിലെ തീറ്റ വാല്യൂ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ വെലോസിറ്റിയുടെ സൈൻ ചേഞ്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തും. ഇപ്പം വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം സൈൻ ആണെങ്കിൽ
വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റ് എടുക്കും. സെയിം സൈൻ ആണെങ്കിൽ അതിനർത്ഥം സ്പീഡ് ഇൻക്രീസിങ് എന്നാണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഇനി വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈനാണ്. രണ്ടും ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ അതിനർത്ഥം സ്പീഡ് ഈസ് ഡിക്രീസിങ്. സ്പീഡ് ഡിക്രീസ് ചെയ്യുവാണെന്നാണ് അർത്ഥം. സ്പീഡ് ഈസ് ഡിക്രീസിങ്. ഇങ്ങനെ കോൺകേവ് അപ്വേർഡിൻ്റെ അകത്ത് ആക്സിലറേഷൻ പോസിറ്റീവാണ്. അതുപോലെ തന്നെ കോൺകേവ് ഡൗൺവേർഡിൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇവിടെ എയും വിയും എയും, അതായത് വെലോസിറ്റിയും എയും ആക്സിലറേഷനും സെയിം സൈൻ ആണെങ്കിൽ സ്പീഡ് ഇൻക്രീസിങ് ആണ്. വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സ്പീഡ് ഡിക്രീസിങ് ആണ്. ഇതാണ് 4th പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, ഇങ്ങനെ ഒരു ഗ്രാഫ്, ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഗ്രാഫിൻ്റെ സ്പീഡ് ഇൻക്രീസിങ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതാണ് ഇത്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം നമ്മൾ സ്ലോപ്പ് വരച്ച് നോക്കണം. ഇവിടെ നിന്ന് സ്ലോപ്പ് വരച്ച് നോക്കണം. സ്ലോപ്പ് വരച്ച് നോക്കിയിട്ട് സ്ലോപ്പ് വരച്ച് നോക്കുമ്പം ഈ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു കോൺകേവ് അപ്വേർഡ് ആണ്. കോൺകേവ് അപ്വേർഡ് ഗ്രാഫാണ്. കോൺകേവ് അപ്വേർഡ് ഗ്രാഫാണ്. കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, റൈറ്റ്? ആക്സിലറേഷൻ പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പം രണ്ടും ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്പീഡ് ഈസ് ഡിക്രീസിങ്. സ്പീഡ് ഈസ് ഡിക്രീസിങ്. ഇത് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം ഒരു ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദിസ് വൺ എന്ന് പറഞ്ഞൊരു ഗ്രാഫ് കാണിക്കും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണെന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് കാണുമ്പോൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വേറൊരു ഗ്രാഫ് എടുക്കാം. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ്. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, ദിസ് ഈസ് ടൈം. ഇങ്ങനെ എടുത്തോ. ഇങ്ങനെ ഉള്ള ഒരു ഗ്രാഫിൽ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം? ദിസ് ഈസ് ഇതെന്ന് പറയുന്നതും ഇതാണ് തീറ്റ വരുന്നത്. ഹിയർ തീറ്റ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. തീറ്റ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് നെഗറ്റീവ് ആണല്ലോ. വെലോസിറ്റി നെഗറ്റീവാണ്. വെലോസിറ്റി നെഗറ്റീവാണ്. ഇതെന്ന് പറയുന്നത് കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് ഡൗൺവേർഡ് ഗ്രാഫാണ്. കോൺകേവ് ഡൗൺവേർഡ് ഗ്രാഫാണ്. കോൺകേവ് ഡൗൺവേർഡ് ഗ്രാഫ് ആകുമ്പം ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ആക്സിലറേഷൻ നെഗറ്റീവാണ്. അപ്പം വെലോസിറ്റിക്കും ആക്സിലറേഷനും ഒരേ സൈൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് ഈസ് ഇൻക്രീസിങ്. ഇനി ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം ശരിയാവും. ഇത് വെച്ച് ഗ്രാഫ് വെച്ച് പരീക്ഷയ്ക്ക് വരുന്നതായ ഒരു പ്രോബ്ലം എന്നല്ലൊരു ഗ്രാഫ്. ഇത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ST. ഇങ്ങനെ ഒരു ഗ്രാഫാണ്. ഇനി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. What is the corresponding velocity time graph? This velocity time. ഇനി ഗ്രാഫ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ്.
ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി, ഇത് ഓപ്ഷൻ സി, ഇത് ഓപ്ഷൻ ഡി. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിരിക്കുകയാണ്. കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണെന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടെത്തും? ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺകേവ് അപ്വേർഡ് ഓർ കോൺകേവ് ഡൗൺവേർഡ്. ദറ്റ് ഈസ് കോൺകേവ് upward, concave upward. Concave upward, that means acceleration is positive. Acceleration positive ആണെന്ന് കണ്ടെത്തി. ഇനി ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിനി സ്ലോപ്പ് വരച്ച് നോക്കണം. സ്ലോപ്പ് വരച്ച് നോക്കുമ്പം തീറ്റ വാല്യൂ ഇതാണ്. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, വെലോസിറ്റി ഈസ് പോസിറ്റീവ്. റൈറ്റ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സിലറേഷനും പോസിറ്റീവ് ആണ്. അപ്പം വെലോസിറ്റി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതാണ്? വെലോസിറ്റി പോസിറ്റീവ്. ഇതെന്ന് പറയുന്നത് വെലോസിറ്റി നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. അപ്പം ഇതാണ് പോസിറ്റീവായിട്ടുള്ളത്, ഇതും നെഗറ്റീവാണ്. അപ്പം ഇത് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അപ്പം ദിസ് ഈസ് ദ ആൻസർ. ഇനി ഇതിന് വേറെ ഒന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ഗ്രാഫാണെന്ന് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും? ഇതിന് പകരം 2 പോസിറ്റീവ് തന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. സപ്പോസ് ഈ ഓപ്ഷൻ ഡി ഇങ്ങനെയായിരുന്നെന്ന് വിചാരിക്കുക, ഓപ്ഷൻ ഡി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതും പോസിറ്റീവാണ് ആണല്ലോ. ഇതും പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഇതിന്റെ വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാണ്, വേരി ചെയ്യുക ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ്. അപ്പം ഏത് ആൻസർ പിക്ക് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആക്സിലറേഷനും പോസിറ്റീവാണ്, വെലോസിറ്റിയും പോസിറ്റീവാണ്. അതായത് എയും വിയും സെയിം സൈൻ ആണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. സ്പീഡ് ഇൻക്രീസിങ് മീൻസ് ദിസ് ഈസ് ദ റൈറ്റ് ഗ്രാഫ്. ഇനി ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം, ഒരു ഗ്രാഫും കൂടെ നോക്കാം. ദിസ് ഈസ് എസ് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ടൈം. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. velocity time graph, velocity time graph. ഇത് കറസ്പോണ്ടിങ് ഓപ്ഷൻ തന്നിരിക്കുക എ, ബി, സി, ഡി. ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടെത്തണം. നമുക്കറിയാം ഈ റീജിയൻ സ്ട്രെയിറ്റ് റീജിയൻ ആണല്ലോ. ഈ റീജിയനിൽ what is the slope? Slope is 0. Slope 0 means slope ഇല്ല. That means velocity is 0. അപ്പം ഏതോ ഒരിടത്ത് 0യെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 0 ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ 0 ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. എന്താണേലും 0 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എന്താണേലും ഉണ്ട്. അപ്പം ആദ്യത്തെ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ്? ആദ്യത്തെ ഭാഗം കോൺകേവ് ഡൗൺവേർഡ് ആണ്. ഇത് ഫസ്റ്റ് റീജിയൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ് റീജിയൻ. അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. ഇനി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എന്താണ്? എ നെഗറ്റീവാണ്. ഇനി സ്ലോപ്പ് വരച്ച് നോക്കാം. സ്ലോപ്പ് ഇങ്ങനെ വരച്ച് നോക്കാം. സ്ലോപ്പ് വരച്ച് നോക്കുമ്പോൾ തീറ്റ വാല്യൂ എന്താണ്? തീറ്റ വാല്യൂ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഇപ്പം വെലോസിറ്റി പോസിറ്റീവ് ആണെന്ന് കിട്ടി, ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷനും വെലോസിറ്റിയും ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് സ്പീഡ് ഡിഗ്രീസിങ്.
സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയും വെലോസിറ്റി കൂടി നിന്ന സ്ഥലത്ത് നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെയും വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതല്ല, ഇവിടെയും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇതുമല്ല, ഇത് രണ്ടുമല്ല, ഇത് രണ്ടിലേതോ ഒന്നാണ്. ഇനി കണ്ടെത്തേണ്ടത് ഇവിടുത്തെ തേർഡ് റീജിയൻ കണ്ടെത്തണം. തേർഡ് റീജിയണിലും ഇവിടെ എന്താണ്, കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് അപ്വേർഡ് ആയിരുന്നുവെങ്കിൽ ഗ്രാഫ് എങ്ങനെ പറഞ്ഞായിരുന്നു, കോൺകേവ് അപ്വേർഡ് ആണ് ഇങ്ങനെ വരും, കോൺകേവ് ഡൗൺവേർഡ് ആകുമ്പോൾ ഇങ്ങനെ അകത്തേക്ക്. ദെൻ കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് ഡൗൺവേർഡ് ആകുമ്പോഴത്തേക്കും ഇതും കോൺകേവ് ഡൗൺവേർഡ് ആകുമ്പോൾ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അങ്ങനെയാകുമ്പോൾ വെലോസിറ്റി ഈസ് എങ്ങനെ കണ്ടെത്താം, തീറ്റ വാല്യൂ കണ്ടെത്തണം. ഇവിടെ നമ്മൾ സ്ലോപ്പ് വരച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ദ തീറ്റ വാല്യൂ. ഹിയർ തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദെയർഫോർ വെലോസിറ്റി ഈസ് നെഗറ്റീവ്. എയും ബിയും സെയിം സൈൻ ആണെങ്കിൽ അതിന് അർത്ഥം സ്പീഡ് ഈസ് ഇൻക്രീസിങ്, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് കൂടുകയാണെന്ന് അതിനർത്ഥം എന്താണ്, നെഗറ്റീവ് സ്പീഡ് വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആ നെഗറ്റീവ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ ആൻസർ. ഇത് പോസിറ്റീവ് ആണ് കൂടിക്കൊണ്ടിരിക്കുക. ദിസ് ഈസ് ദ നെഗറ്റീവ്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ദിസ് വൺ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്.